ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ഷിനു ജോൺ എന്നാണ്. ചർച്ച് ഓഫ് ഗോഡ് ഇൻ സൗത്ത് ഇന്ത്യയിലെ മഞ്ചങ്കോട് എന്ന് പറയുന്ന സഭയിൽ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞാൻ ജനിച്ചു വളർന്നത് അനുഗ്രഹിക്കപ്പെട്ട ദൈവകൃപയുള്ള ഒരു ഭവനത്തിലാണ്. എനിക്ക് പപ്പയും അമ്മയും 2 അനുജന്മാരും ഉണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. കുഞ്ഞു പ്രായം മുതലേ ഒത്തിരി കഷ്ടതയും വേദനകളിലൂടെ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. പപ്പ കൂലിപ്പണി ചെയ്യുന്ന ഒരാളാണ്. സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി കഷ്ടപ്പാടിലൂടെയൊക്കെ കടന്നു വരേണ്ടി വന്നു. പലിശക്കടം, അങ്ങനെ വീട്ടിൽ നിൽക്കുവാൻ കഴിയാത്ത കാരണത്താൽ പപ്പ ഒത്തിരി ദൂരങ്ങളിലേക്ക് ജോലിക്ക് പോവേണ്ടി വന്നു. അങ്ങനെ പല പ്രാവശ്യവും കുടുംബത്തിലെ അമ്മയും അനുജന്മാരുമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് കടക്കാർ പല പ്രാവശ്യമായിട്ട് ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങളെ വേദനപ്പെടുത്തുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അമ്മ സഹോദരങ്ങളുമായിട്ട് ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി പല പ്രാവശ്യമൊക്കെ തയ്യാറെടുത്തു. എങ്കിലും ദൈവം അതിലേക്ക് ഞങ്ങളെ നിർത്തുവാനിടയായിത്തീർന്നു. വളരെയധികം കഷ്ടതയിലൂടെ കടന്നു വരേണ്ടി വന്നു. കഴിക്കുവാൻ ആഹാരം പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടാറില്ല. വളരെ ഞെരുക്കത്തിലൂടെയാണ് ആ സമയത്തൂടെ കടന്നു വന്നത്. പലപ്പോഴും അനിയന്മാരൊക്കെ ജനിച്ച സമയത്ത് അമ്മ പലപ്പോഴും വളരെ അധികം കരയുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ആഹാരം കൊടുക്കുവാനില്ലാതെ എങ്ങനെ മുമ്പിലേക്ക് പോകും? അവർ 3 ആൺമക്കളായതുകൊണ്ട് നല്ല പോഷക സമൃദ്ധമായ ആഹാരം കൊടുക്കുവാനില്ലാതെ അവരെടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിഞ്ഞു വീഴാറുണ്ട്. അങ്ങനെയുള്ള വളരെ അധികം കഷ്ടതയിലൂടെ വന്നു. അപ്പോഴമ്മ പ്രാർത്ഥിച്ചു, ദൈവമേ, അവർ വളർന്നു വരുന്ന സമയത്ത് 10 പേരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരിക്കലും തളർന്നു പോയെന്ന് പറയുവാൻ ഇടവരുത്തരുതേ എന്നുള്ള കണ്ണുനീരാണ് ആ അമ്മയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ബൂസ്റ്റായിട്ടും ഹോർലിക്സ് ആയിട്ടൊക്കെ തന്നെ ഞങ്ങളുടെ ശരീരത്തിൽ അത് അനുഗ്രഹമായി തീരുവാനിടയായിത്തീർന്നു. ഞാൻ ജനിക്കുന്ന സമയത്ത് ഒരു എളുപ്പ് രോഗിയാണ്. പല പ്രാവശ്യവും വളരെയധികം വേദനയിലൂടെ കടന്നുപോയി. ഒരു പ്രാവശ്യം ശ്വാസം എടുത്തിട്ട് തിരിച്ചെടുക്കുവാൻ കഴിയാതെ സാഹചര്യം വരുമ്പോൾ ഞാൻ ആ കുഞ്ഞു പ്രായത്തിൽ കണ്ടിട്ടുണ്ട് അമ്മ കൈമുറുക്കി അമ്മയുടെ നെഞ്ചത്ത് ഇടിക്കുന്നത്. കാരണം ശ്വാസം കിട്ടാതെ വരുന്ന സമയത്ത് മരണത്തോടുകൂടി അടുത്തു പോകുന്ന അനുഭവം ആ സമയത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ കടന്നു വരും. അമ്മ എന്നെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി. അപ്പോഴമ്മ തന്നെ മനസ്സുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് വിടിവിച്ചാൽ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന രീതിയിൽ അവനെ വളർത്താമെന്നൊക്കെയുള്ള അനുഭവം അമ്മയുടെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ദിവസങ്ങളൊക്കെ ഞാൻ മുമ്പിലേക്ക് കടന്നു പോകുമ്പോൾ വളരെയധികം ഞെരുക്കത്തോടു കൂടെയാണ് മുമ്പിലേക്ക് വരുന്നത്. സ്കൂളിലോട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നല്ല വസ്ത്രം ധരിക്കുവാനോ നന്നായിട്ട് ആഹാരം കഴിക്കുവാനോ ഫീസ് കൊടുക്കുവാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം ജീവിതത്തിനകത്ത് കടന്നു വന്നു. അങ്ങനെ ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അമ്മയുടെ അതിയായുള്ള വിശ്വാസം ആണ് ഞങ്ങളെ ഈ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരാനിടയെത്തീർന്നത്. പപ്പയും അമ്മയും ഒരുമിച്ച് ഞങ്ങളെ സൺഡേ സ്കൂളൊക്കെ നന്നായിട്ട് പഠിച്ചു വരുവാനൊക്കെ അവർ ഞങ്ങളെ ഒത്തിരി അതിനുവേണ്ടി തയ്യാറായി. അങ്ങനെയാണ് ഞങ്ങൾ കുഞ്ഞു പ്രായം മുതലേ ദൈവം ആ സൺഡേ സ്കൂളിലൂടെയൊക്കെ പഠിച്ച ഒത്തിരി പാഠങ്ങൾ ഞങ്ങളുടെ മനസ്സിനകത്തൊക്കെ വീഴുവാനിടയായി തീർന്നു. അങ്ങനെ കാലാന്തരത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് തന്നെ ഞങ്ങളറിയാതെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള ഒരു ആരോ അകത്തുനിന്ന് നമ്മളെ പ്രസ് ചെയ്യുന്നത് പോലെ പലപ്പോഴും ഇടയായിട്ടുണ്ട്. ഞാൻ സ്കൂൾ ജീവിതത്തിലൊക്കെ NCCക്കും അതുപോലെ അങ്ങനെയുള്ള പലതിനും പോയിട്ടൊരു പട്ടാളക്കാരനായിട്ട് മാറണമെന്നൊക്കെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഹൃദയത്തിനകത്ത് വളരെയധികം മാനുഷികമായിട്ടുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു പട്ടാളക്കാരനായിട്ട് മാറണമെന്നൊക്കെ ആഗ്രഹമുണ്ടായി. അതിനുവേണ്ടി ഫയറിംഗ് ക്യാമ്പിനും NCCയുടെ ക്യാമ്പിനൊക്കെ പലതിനുമൊക്കെ പങ്കെടുത്തു. പക്ഷേ അവസാനം സർട്ടിഫിക്കറ്റ് എഴുതുവാൻ, പരീക്ഷ എഴുതുവാൻ വേണ്ടി കടന്നു വരുന്ന സമയത്ത് എൻ്റെ പേര് അതിൽ ഇല്ല. അങ്ങനെ ആ സമയത്ത് NCCയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറുവാനിടയായിത്തീർന്നു. വീണ്ടും പലതരത്തിലും ജോലിക്ക് വേണ്ടിയൊക്കെ മാനുഷികമായിട്ടൊക്കെ
ഞങ്ങൾ നോക്കി. എങ്കിലും ഹൃദയത്തിനകത്ത് എവിടെയോ നിന്നോ കർത്താവിൻ്റെ വേല ചെയ്യണം, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം നമ്മുടെ അകത്ത് ഇങ്ങനെ വരുവാനിടയിൽ തീർന്നു. ആ സമയത്ത് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ യൂത്തായിട്ടുള്ള ആൾക്കാർ പ്രസംഗിക്കാൻ വരുമ്പോൾ പലപ്പോഴും അമ്മ അവിടെ ഇരുന്ന് കരയാറുണ്ട്. ദൈവമേ, എൻ്റെ മോനും ഞാൻ മരിക്കണതിന് മുമ്പേ ഒരു ദിവസമെങ്കിലും ഈ കർത്താവിൻ്റെ വേല ഒന്ന് ചെയ്ത് കാണുവാൻ, അവനും പ്രസംഗിച്ച് കേൾക്കുവാൻ ഇടയാക്കണമേ എന്ന് പലപ്പോഴും സഭയിലിരുന്ന് ദൈവത്തോട് അമ്മ കരയുന്നത് പതിവായിരുന്നു. എന്തായിരുന്നാലും അമ്മയുടെയും പപ്പയുടെയൊക്കെ കണ്ണുനീരൊക്കെ എന്നെ കാലാന്തരത്തിൽ ഈ ഒരു സുവിശേഷ വേലക്കാരനാക്കി തീർക്കുവാൻ ഇടയാക്കി തീർത്തു. ഞാൻ കോളേജ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്താണ് പൂർണ്ണമായിട്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തയ്യാറാകുന്നത്. കാരണം ഒരു പ്രയർ സെല്ലിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയിരിക്കുന്ന സമയത്ത് ഒത്തിരി പേര് പ്രാർത്ഥനയിൽ കരയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ അവർ തീരുമാനമെടുക്കുന്നുണ്ട്. പക്ഷേ ഞാനും അവിടെ ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്, ഇവരൊക്കെ ഇങ്ങനെ തീരുമാനമെടുക്കുന്നല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാരണം വന്നത്? ദൈവമേ, ഇത് സത്യമാണെങ്കിൽ എന്നോടും നീ സംസാരിക്കണം, എന്നോട് ഇടപെടണം. അതുവരെ എനിക്ക് 2 വാക്ക് നന്നായിട്ട് പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അറിയാത്തൊരു ദൈവ സാന്നിധ്യം എൻ്റെ അകത്തേക്ക് വ്യാപരിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. അതുവരെയും നന്നായിട്ട് 2 വാക്ക് പറയാൻ പറ്റാതിരുന്ന എൻ്റെ നാവിന്മേൽ ഞാൻ അറിയാത്തൊരു ദൈവ സാന്നിധ്യം, ഞാൻ അന്ന് വരെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ദൈവ സാന്നിധ്യം എൻ്റെ നാവിന്മേൽ വരുവാൻ, എൻ്റെ ശരീരത്തിലേക്ക് വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ അവിടെ വച്ച് തീരുമാനമെടുത്ത്, കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി സ്വർഗരാജ്യത്തിൻ്റെ വേല ചെയ്തു കൊള്ളാം എന്നൊരു തീരുമാനമെടുപ്പാൻ ഇടയായിത്തീർന്നു. അങ്ങനെ എൻ്റെ യൗവനത്തിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ആകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടെ ഞാൻ മുമ്പിലേക്ക് വരുവാനിടയായിത്തീർന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്തും കോളേജിലും കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനൊക്കെ ദൈവം അവസരമൊരുക്കി. കാരണം പഠനത്തിനൊക്കെ ഒത്തിരി മോശമായിരുന്നു. പഠനം മുമ്പിലോട്ട് കയറി വരാൻ പറ്റിയില്ലെങ്കിലും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. അവിടെ 3rd ഇയറിലേക്ക് പോകുന്ന സമയത്ത് SCM എന്നൊരു സംഘടനയുണ്ട്, സ്റ്റുഡൻസ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ അവിടെ 3ാമത്തെ വർഷം SCMൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിപ്പാനൊക്കെ ദൈവം അവസരമൊരുക്കി. എൻ്റെ ജീവിതത്തിനകത്തൊരു വഴിത്തിരിവായിരുന്നു. കാരണം ഞാൻ അവിടെ കോളേജ് ലൈഫ് യൗവനക്കാരൊക്കെ പലതരത്തിലൊക്കെ അങ്ങനെ പോകുന്ന സമയത്ത് ദൈവം എന്നെ ഈ ലെവലിലോട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കിയെടുക്കുവാനിടയായിത്തീർന്നു. അങ്ങനെയുള്ള സാഹചര്യം കടന്നു വന്നു. 3ാമത്തെ വർഷം ഒത്തിരി യൗവനക്കാരുടെ ഇടയിലൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുവാനൊക്കെ ഈ അവസരം ഒരുക്കി. ഞാൻ അവിടെ പ്രസംഗിക്കുന്ന സമയത്ത് തന്നെ എന്നോടത്ത് നേരിട്ട് വന്ന് പല യൗവനക്കാരും പറഞ്ഞിട്ടുണ്ട്, മെസ്സേജ് എന്നോടായിരുന്നു, എന്നോടാണ് സംസാരിച്ചതെന്നൊക്കെയുള്ള രീതിയിൽ പലരും വന്ന് സംസാരിപ്പാനിടയായിത്തീർന്നു. അപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി, എന്തായിരുന്നാലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം എന്നെ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു അനുഭവം എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനിടയായിത്തീർന്നു. അങ്ങനെയാണ് കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയുവാൻ കഴിയാതിരുന്നപ്പോൾ ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചു, എൻ്റെ പപ്പ കൂലിവേല ചെയ്യുന്നത് പോലെയോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ജോലിക്ക് വേണ്ടി പോകണമെന്നുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു എൻ്റെ മുൻപിൽ. കാരണം ലാംഗ്വേജ് ഒന്നും എനിക്ക് കറക്റ്റ് പഠിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഒത്തിരി കഷ്ടതയിലൂടെ വന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠനത്തിലൊന്നും മുമ്പിലോട്ട് വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഡിഗ്രി ജീവിതം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒന്നുകിൽ ജോലിക്കോ ഇല്ലെങ്കിൽ പപ്പ പോകുന്നത് പോലെ കൂലിവേലയ്ക്കോ പോകേണ്ടി വരുമെന്നുള്ള ഒരു അനുഭവം ജീവിതത്തിനകത്ത് കടന്നു വന്നു. അങ്ങനെ ഞാനിരുന്ന് ചിന്തിച്ച്, കർത്താവെ, ഇനി എന്തായിരുന്നാലും എൻ്റെ കോളേജ് ലൈഫ് കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ജോലിക്ക് വേണ്ടി പോകേണ്ടി വരും, കർത്താവിൻ്റെ വേല ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഉറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ സ്വപ്നം കാണാറുണ്ട്, കുറച്ച് പേരൊക്കെ കൂട്ടിയിരുത്തി ഇങ്ങനെ സുവിശേഷം പറയുന്നതൊക്കെ എൻ്റെ ജീവിതത്തിനകത്ത് ഞാനിങ്ങനെ രാത്രിയിലൊക്കെ സ്വപ്നം കാണാറുണ്ട്. ഞാൻ അറിയാതെ തന്നെ ആ സ്വപ്നം എൻ്റെ മുമ്പിൽ വെളിപ്പെടാറുണ്ട്. ഞാനെപ്പോഴും പലപ്പോഴും ചിന്തിച്ചു, എന്തായിരുന്നാലും എൻ്റെ മനസ്സിനകത്തുള്ള ഒരാഗ്രഹം കർത്താവിൻ്റെ വേല ചെയ്യണം. പക്ഷേ സാഹചര്യങ്ങളൊന്നും മുൻപിലില്ല, എങ്ങനെ ചെയ്യണം, എവിടെ കൂടെ പോകണമെന്ന് അറിയത്തില്ല. അങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം ഞാൻ VBS പഠിപ്പിക്കുവാൻ വേണ്ടി പോയിട്ട് വരുന്ന സമയത്ത് ഒരു ചർച്ചിലെ എനിക്ക് ഒരു ഒഴിവ് വരികയും അതിലേട്ട് എനിക്ക് കയറുവാൻ വേണ്ടി അവസരം ലഭിക്കുന്നത്. അതിലൂടെയാണ് എൻ്റെ ജീവിതം മുമ്പിലോട്ട് ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അവിടെ ഒരുങ്ങുന്നത്.
അങ്ങനെ ഒത്തിരി കഷ്ടപ്പാട് അവിടെ ഉണ്ട്. കൂടെ ഞാൻ സ്നേഹിച്ചവരും എന്നെ സ്നേഹിച്ചവരെയൊക്കെ ഒറ്റപ്പെടുത്തിയ സാഹചര്യങ്ങൾ കടന്നു വന്നു. ഞാൻ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി പേരെ സ്നേഹിച്ചു. സുവിശേഷ വേലയിൽ കൈത്താങ്ങാകും, എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ച ഒത്തിരി പേരെ എൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ എന്നെ വേദനിപ്പിക്കുന്ന അവസ്ഥകളൊക്കെ തന്ന് മാറിപ്പോയ അവസ്ഥകളൊക്കെ ജീവിതത്തിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴും ദൈവം എന്നെ കൈവിട്ടില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും, കാരണം ആരോടും എൻ്റെ അവസ്ഥ പറയാനില്ല, തുറന്നു പറയാൻ പറ്റത്തില്ല, ഒറ്റയ്ക്കാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ, മുമ്പിലോട്ട് പോകാൻ കഴിയുന്നില്ലല്ലോ, ഭാരമാണല്ലോ, സഹായിപ്പാൻ ആരുമില്ലല്ലോ എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിലൊക്കെ ഒത്തിരി ഒറ്റപ്പെടുന്ന അവസ്ഥകൾ, വേദനിക്കുന്ന അവസ്ഥകൾ, നിന്ദയുടെ അവസ്ഥകളൊക്കെ കേൾപ്പാനിടയായി തീർന്നു. അങ്ങനെയാണ് മുമ്പിലോട്ട് പോകുന്ന സമയത്ത് എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വന്നു. അപ്പോഴും നല്ലൊരു വീടില്ലാത്തതിൻ്റെ പേരിലും ഇല്ലെങ്കിൽ സാമ്പത്തികത്തിൻ്റെ പേരിലൊക്കെ ഒത്തിരി വെല്ലുവിളികളൊക്കെ മുമ്പിലോട്ട് വന്നു. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയുള്ള കുടുംബജീവിതമാണ് നിനക്ക് കിട്ടുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായിരുന്നാലും കർത്താവ് എന്താണ് എനിക്ക് വേണ്ടി ഒരുക്കുന്നത്, ഇനി ഒരുപക്ഷെ ഒരു ചെറ്റക്കുടൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ഇതാണ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനതിനെ സ്വീകരിപ്പാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു അനുഭവം ഞാൻ എൻ്റെ തീരുമാനമായിരുന്നു. കർത്താവ് എനിക്ക് അങ്ങനെയുള്ള തന്നാൽ ഞാൻ അതെടുക്കും, എന്തായാലും ദൈവം തരുന്നത് മാത്രം മതി എന്നുള്ളൊരു തീരുമാനമായിരുന്നു എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നത്. എന്തായാലും ദൈവം നല്ലൊരു കുടുംബജീവിതത്തെ ദൈവം ഒരുക്കി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷയിൽ മുന്നിലോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു തലമുറയില്ല. 2 വർഷം വിവാഹം കഴിഞ്ഞ് 2 വർഷമായിട്ടും തലമുറയില്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഒത്തിരി പേര് ഞങ്ങളെ നിന്ദിച്ചു. കാരണം ഞാൻ ശുശ്രൂഷയിൽ നിൽക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിനക്ക് തലമുറയില്ലാത്ത അവസ്ഥ വന്നുപോയി എന്ന് പലരും ചോദിച്ചു. നമുക്ക് ഉത്തരം കൊടുക്കുവാൻ കഴിയാതെ വന്നു. ഞങ്ങളങ്ങനെ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറായി. പ്രാർത്ഥിച്ച് മുൻപിലേക്ക് വരുന്ന സമയത്ത് ആ സമയത്ത് കോവിഡ് നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ ഒരു ഭവനത്തിലിരുന്ന് പ്രാർത്ഥിച്ചു. പല പ്രാവശ്യവും ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. തീരുമാനമെടുത്ത്, കർത്താവേ, നീ ഒരു തലമുറയെ തന്നാൽ ഞങ്ങൾ നിനക്ക് വേണ്ടി തന്നെ പൂർണ്ണമായിട്ട് വചനപ്രകാരം വളർത്തിക്കൊള്ളാം, ദൈവഹിതം എന്താണോ അതിനു വേണ്ടി ഏൽപ്പിക്കാമെന്ന് തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചു. കോവിഡിൻ്റെ സമയമായതുകൊണ്ട് തന്നെ പുറത്തൊന്നും പോകാൻ ഞങ്ങൾക്കൊത്തിരി കഴിഞ്ഞില്ല. പക്ഷേ എങ്കിലും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴും പല കുടുംബങ്ങളിലും വളരെയധികം വേദന ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുടുംബമായി തന്നെയാണ് ശുശ്രൂഷയ്ക്കൊക്കെ പോകുന്നത്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം അവൾക്ക് ശാരീരികമായിട്ടൊക്കെ ഒത്തിരി ബലഹീനതകൾ അനുഭവിപ്പാനിടയായി തീർന്നു. സാഹചര്യങ്ങളൊക്കെ വളരെയധികം മോശമായി. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്കും കോവിഡാണ് വന്നതെന്ന് വിചാരിച്ചു. ആ സമയത്ത് നമ്മൾ കഴിക്കുന്നത് പോലെ കരിപ്പെട്ടി കാപ്പിയും അതുപോലെ തന്നെ അങ്ങനെയുള്ള പലതും ആൻറ്റിബയോട്ടിക്കൊക്കെ ഞങ്ങളും എടുത്ത് കഴിക്കാൻ തുടങ്ങി. എന്നിട്ടും അവളുടെ ശരീരത്തിലുണ്ടാകുന്ന ബലഹീനത മാറാത്തത് കാരണം ആരൊക്കെയോ പല പ്രാവശ്യം പറഞ്ഞു, നീ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഈ സമയം അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞില്ല. ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു 2 മാസമായി. ആ സാഹചര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി വളരെയധികം വേദനിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു വന്നത്. ഒരു കാരണവശാലും എല്ലാവരും പറയുന്നത് പോലെ കരിപ്പെട്ടി ഒരിക്കലും ആ സമയത്ത് കഴിക്കാൻ പാടില്ല, രാത്രി യാത്ര ചെയ്യാൻ പാടില്ല. ഞങ്ങളൊക്കെ ആ സമയത്ത് മാക്സിമം യാത്ര ചെയ്യുന്നവരായിരുന്നു. എങ്കിലും ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ തലമുറയെ ഒന്നിനും തൊടുവാൻ കഴിഞ്ഞില്ല. ദൈവം തന്നെ സൂക്ഷിപ്പാനിടയായി തീർന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾ തിരുവനന്തപുരത്ത് തക്യാടെന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് അവൾ വൈഫിനെ കാണിച്ചു കൊണ്ടിരുന്നത്. ഏകദേശം അഡ്മിറ്റ് ആകുവാൻ 2 ദിവസം ഉള്ളപ്പോൾ കോവിഡ് ടെസ്റ്റിനൊക്കെ ഞങ്ങൾ കൊടുത്തിരുന്നു. അഡ്മിറ്റ് ചെയ്യുവാൻ 2 ദിവസം ഉള്ളപ്പോൾ റിസൾട്ട് വന്നു, കോവിഡ് പോസിറ്റീവാണെന്നുള്ള കാര്യം അറിയുവാനിടയായി തീർന്നു. ആ സാഹചര്യങ്ങളൊക്കെ വളരെയധികം വേദനിക്കുന്ന സാഹചര്യമായിരുന്നു. ചുറ്റുമുള്ള പലരും ഞങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റുമൊക്കെ നിൽക്കുന്നുണ്ട്. അടുത്തു വരുവാൻ കഴിയത്തില്ല. കാരണം അന്ന് കോവിഡിനെ ഭയപ്പെടുന്ന ഒരു സമയമാണ്. ആരും അടുത്തു വരത്തില്ല. അധികം കോവിഡ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന വലിയ കൂട്ടം പേര് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ പലരും പറഞ്ഞു, സർക്കാർ ഹോസ്പിറ്റലിൽ ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യം ഞങ്ങൾക്കുണ്ടായി. അങ്ങനെ ഞങ്ങൾ കാണിച്ച ഡോക്ടറെ, അതായത് ഡാമിലുള്ള ഡോക്ടറെ ഞങ്ങൾ പല പ്രാവശ്യം വിളിച്ചു. ഡോക്ടർ ഞങ്ങളടുത്ത് പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ മുൻപിൽ 2 ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. SATയും പേരൂർക്കട ഹോസ്പിറ്റൽ മാത്രമാണ്.
ആംബുലൻസ് നമ്മുടെ വീട്ടിൽ വരും. അപ്പോൾ അവർ പറയും എങ്ങനെയാണ് അടുത്ത സാഹചര്യമെന്ന് അവർ പറയുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പലപ്പോഴും പല പ്രാവശ്യം വിളിച്ച് ഡോക്ടറോട് ചോദിച്ചു, സാറേ ഒരാളിനെ കൂടെ ഇരുത്തുമോ എന്നൊക്കെ പല പ്രാവശ്യം ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു ആംബുലൻസ് വീട്ടിൽ വരുമ്പോൾ മാത്രമേ എങ്ങനെ ആയിരിക്കുമെന്നുള്ള കാര്യം പറയാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം പറയുവാനിടയായി തീർന്നു. എന്തായിരുന്നാലും ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിച്ചു. ഏകദേശം അന്ന് 3 ലക്ഷം 3.5 ലക്ഷമൊക്കെ പല ഹോസ്പിറ്റലും പറയുവാനിടയിൽ തീർന്നു, സിറ്റിയിലുള്ള ഹോസ്പിറ്റലുകളിൽ. എന്തായിരുന്നാലും ആ സമയത്ത് എവിടെയാണോ ദൈവനിശ്ചയം അവിടെ പോകാമെന്നുള്ള അവസ്ഥയിലാണ് നിന്നത്. പക്ഷേ ഞങ്ങൾ വീണ്ടും ഡോക്ടറെ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ ഞങ്ങൾക്ക് ഇവിടെ പൂജപ്പുര ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടത്തേക്ക് വേണ്ടി ഒന്ന് റെഫർ കഴിയുമോ എന്ന് ചോദിച്ചു. ആ ഡോക്ടർ പറഞ്ഞു, ഒരു കാരണവശാലും ഈ സമയത്ത് പൂജപ്പുര ഹോസ്പിറ്റലിൽ നിങ്ങൾക്കൊരു അവസരം ഒരുക്കി തരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെയധികം വേദനയോടുകൂടെ ഭവനത്തിലായിരിക്കുമ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ഞങ്ങളിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെയധികം വേദനയോടുകൂടി ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കളക്ട്രേറ്റിൽ നിന്ന് ഒരു കോൾ വരികയാണ്, നിങ്ങൾക്ക് വേണ്ടി ഒരു ബെഡ് പൂജപ്പുര ഹോസ്പിറ്റലിൽ റെഡിയായി. കാരണം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് മുൻപിലൊന്നും കണ്ടിട്ടല്ല ഈ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ ദൈവത്തോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കർത്താവെ ഞാൻ ഒന്നുമില്ലെങ്കിലും പട്ടിണി കിടന്നോളാം, പക്ഷേ ഞാനൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന എൻ്റെ തലമുറ, എൻ്റെ തുണ ഒരിക്കലും പട്ടിണി കിടക്കുവാൻ, എൻ്റെ കൺമുമ്പിൽ പട്ടിണി കിടക്കുവാൻ നീ അനുവദിക്കരുതേ എന്ന് ഞാൻ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കർത്താവെ ഒരു കാരണവശാലും എൻ്റെ കണ്ണുകൊണ്ട് അങ്ങനെ ഒരു കാണുവാൻ നീ അനുവദിക്കരുത്. ഞാൻ വേണമെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാം എന്നുള്ളത് ഞാൻ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനമാണ്. പക്ഷേ ദൈവം ഞങ്ങളെ ഇതുവരെയും അങ്ങനെ ഒരു അനുഭവത്തിലോട്ട് കൊണ്ടുപോയില്ല. ദൈവം ഓരോ ദിവസങ്ങളിലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് മുതൽ ദൈവം നമ്മളെ നടത്തുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ വളരെയധികം പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിൽ, എല്ലാവരും കൈവിട്ട അനുഭവത്തിൽ, ആർക്കും നമ്മളെ സഹായിപ്പാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ ശക്തനായ ഒരു വ്യക്തി നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നത് പോലെ, വാസ്തവത്തിൽ ഞങ്ങൾക്ക് റെക്കമെൻഡേഷൻ ചെയ്യുവാനോ മറ്റൊന്നിനും ആരുമില്ല. ഒരു സാഹചര്യങ്ങളെല്ലാം മോശമായിരുന്നപ്പോഴും ശക്തനായ ഒരു വ്യക്തി ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നത് പോലെ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം അവിടെ ഇറങ്ങി വന്നു. അങ്ങനെ അവിടെ അവർ കളക്ടറേറ്റിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാഹനമുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യാം, നിങ്ങൾക്ക് പൂജപ്പുര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള കാര്യം പറയുവാനിടയായി തീർന്നു. എന്തായിരുന്നാലും ഞങ്ങൾ സന്തോഷത്തോടുകൂടെ, മനസ്സിന് വളരെയധികം വേദനയുണ്ട്, പക്ഷെ ദൈവം ആ സമയത്ത് ഞങ്ങളെ ശക്തനാക്കി ദൈവം നിർത്തി. ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് വൈഫിന് ഒരു തുമ്മൽ പോലുമില്ല. കാരണം ടെസ്റ്റിൽ പോസിറ്റീവ് എന്ന് വന്നതുകൊണ്ട് എന്തായിരുന്നാലും ഞങ്ങൾക്ക് അവിടെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ പൂജപ്പുര ഹോസ്പിറ്റലിലേക്ക് വാഹനത്തിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി കൊണ്ടുപോയി. വാസ്തവത്തിൽ അവിടെ പോകുന്ന സമയത്ത് അവിടെയുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും അവിടെ നിന്ന് എസ്റ്റേറ്റിലേക്ക് വിടുന്ന സാഹചര്യം. അതിൻ്റെ നടുവിലാണ് അമ്മയും എൻ്റെ വൈഫുമായിട്ട് അവിടെ പോകുന്നത്. ദൈവം അവിടെ സൂക്ഷിച്ചു. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അതിനകത്ത് ഒത്തിരി കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി. ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, പക്ഷേ ദൈവം അവിടെ എല്ലാം കരുതുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവം കരുതി ഞങ്ങളെ ഒരുക്കി തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിന് വേണ്ടി വെറും 50 രൂപ മാത്രമാണ് അവിടുത്തെ ഫീസാകുവാനിടയായി തീർന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ ഇതുവരെയും നടത്തുവാനിടയായി തീർന്നു. ഇന്നും അനുഗ്രഹമായിട്ട് ദൈവം നമ്മളെ നടത്തുന്നുണ്ട്. കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിപ്പാനിടയായി തീർന്നിട്ടുണ്ട്. കർത്താവ് നമ്മെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് ഇറക്കുന്നത് മുതൽ ഇന്നേ ദിവസം വരെയും ഒത്തിരി കഷ്ടതകൾ, വേദനകൾ, ഒറ്റപ്പെടലുകൾ, കൂടെ നിന്നവരിൽ നിന്നുള്ള വേദനിപ്പിക്കുന്ന അവസ്ഥകളൊക്കെ ജീവിതത്തിനകത്ത് വന്നപ്പോഴും എൻ്റെ ദൈവം കൈവിടാതെ സൂക്ഷിപ്പാൻ ഇടയായി തീർന്നു. ഇന്നും ശുശ്രൂഷയിൽ കർത്താവ് എന്നെ നടത്തുന്നുണ്ട്. ഒത്തിരി വേദനകൾ കടന്നു വരുമ്പോഴും ദൈവം എന്നെ ശക്തനായിട്ട് കുടുംബമായിട്ട് ദൈവം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഞാൻ ആദ്യമായിട്ട് CSI ചർച്ചിലാണ് ഒരു സുവിശേഷകനായിട്ട് കയറുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ VBS പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ CSIക്കകത്ത് സുവിശേഷകന്മാരെ സെലക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു
വാർത്ത കേൾപ്പാനിടയായി തീർന്നു. അങ്ങനെയാണ് ഞാനും അതിലെ ഒരു സുവിശേഷകനായിട്ട് കയറണമെന്നുള്ള രീതിയിൽ അവിടെ അപേക്ഷ കൊടുക്കുന്നതും. അങ്ങനെ ആ CSIയിൽ എനിക്കൊരു ഉപദേശിയായിട്ട് കയറുവാൻ, ഉപദേശിയാണ് RV ആയിട്ട് അംഗീകരിച്ച ഒരു വർക്കറായിട്ട് കയറുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. അങ്ങനെ ആ CSIയിൽ തന്നെ അവരെ മാസം തോറുള്ള ക്ലാസ്സുകളിലേക്ക് പങ്കെടുക്കുവാനും ഏകദേശം 6 വർഷത്തിന് മുകളിലായിട്ട് എനിക്ക് ആ CSI സഭയിൽ വർക്ക് ചെയ്യുവാൻ ദൈവം എന്നെ അവസരമൊരുക്കി. ഡിഗ്രി വരെ പഠിക്കുവാൻ എനിക്ക് ദൈവം അവസരം ഒരുക്കി. പക്ഷേ എൻ്റെ പഠനം എന്തായിരുന്നാലും ഈ തലമുറ ഈ കാലഘട്ടത്തിൽ എനിക്കത് പ്രയോജനപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ അവരിടയിൽ നമുക്ക് സുവിശേഷ വേല ചെയ്യുമ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഈ സെക്കുലറായിട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ മറ്റിടങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴും ഞാൻ പഠിച്ച പാഠം, അതായത് വിദ്യാഭ്യാസം, ഏറ്റവും അധികം എൻ്റെ ഈ സുവിശേഷ വേലയിൽ അത് പ്രയോജനകരമായിട്ട് മാറുന്നുണ്ട്. ദൈവവിളി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളറിയാതെ തന്നെ നമ്മളറിയാതെ മനസ്സിനകത്ത് ആരോ സംസാരിക്കുന്നത് പോലെ ഈ സുവിശേഷ വേലയെക്കുറിച്ച് വലിയ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ മറ്റെന്തിനേക്കാളും വലിയൊരു ആഗ്രഹം നമ്മുടെ അകത്ത് വരാറുണ്ട്. അങ്ങനെ വരുന്നത് കൊണ്ടാണ്. കാരണം പലരും പറയാറുണ്ട്, എനിക്ക് ഒരു പോലീസാകണം, ഇല്ലെങ്കിൽ എനിക്ക് ഒരു സർക്കാർ ജോലി ലഭിക്കണമെന്നൊക്കെ അവരുടെ മനസ്സിനകത്ത് വളരെയധികം ആഗ്രഹം അങ്ങനെയാണ്. പക്ഷെ അതേസമയം ദൈവം ഒരുവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ്റെ മനസ്സിനകത്ത് അവനറിയാതെ എപ്പോഴും അവൻ്റെ അകത്തുളവാകുന്ന ഒരു കാര്യമാണ് സുവിശേഷ വേല ചെയ്യണം, ഇല്ലെങ്കിൽ കർത്താവിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണമെന്ന് നമ്മൾ തന്നെ അറിയാതെ അകത്ത് അങ്ങനെ വരാറുണ്ട്. ഞാൻ ഒരു മിഷണറിയുടെ അനുഭവം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അമേരിക്കയിലുള്ള ഒരു കർത്തൃദാസൻ താനിങ്ങനെ ഒരു പ്രയർ സെല്ലിന് ഇരിക്കുമ്പോൾ തൻ്റെ അകത്ത് വളരെയധികം ഒരു നിർബന്ധം ഉണ്ടാകുകയാണ്, എനിക്ക് വേണ്ടി, അതായത് സ്വർഗരാജ്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ താൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നോട് ഇടപെട്ടു. ഇരുളടഞ്ഞ ഭൂഖണ്ഡമാകുന്ന, ഇല്ലെങ്കിൽ ദൈവമാരെന്നറിയാത്ത നരഭോജികൾ വസിക്കുന്ന ഒരിടത്തേക്ക് കടന്നു പോകണമെന്ന് തന്നോട് ദൈവം ഇടപെട്ടു. അങ്ങനെ പെട്ടെന്ന് താൻ വീട്ടിൽ കടന്നു വന്നിട്ട് തൻ്റെ ഭാര്യയോട് പറയുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ശക്തമായിട്ട് ദൈവം ഇടപെട്ടു, ഇങ്ങനെ നരഭോജികൾ വസിക്കുന്ന ഇടത്തേക്ക് കടന്നു പോകണം എന്ന് തന്നോട് ഇടപെട്ടു എന്നുള്ള കാര്യം ഭാര്യയോട് പറഞ്ഞു. അങ്ങനെ ഭാര്യ അതിനുശേഷം താനും തൻ്റെ ഭർത്താവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, കുറച്ച് ദിവസങ്ങളായി എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി എനിക്ക് തയ്യാറാകണം. അങ്ങനെ ഇരുവരായിട്ട് ഒരുമിച്ച് തൻ്റെ മാതാപിതാക്കളോട് എന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കർത്താവ് ഇടപെട്ടു, ദൈവവിളി ഉണ്ടായി, ഇരുളടഞ്ഞ ഇടത്തേക്ക്, ഇല്ലെങ്കിൽ അതായത് ദൈവമാരെന്നറിയാത്ത നരഭോജികളായിട്ട് വസിക്കുന്ന ആ ജനത്തിൻ്റെ ഇടയിലേക്ക് കടന്നു പോകണമെന്ന് ഒരു ഇടപെടൽ എനിക്കുണ്ടായി. അങ്ങനെ ആ ഭാഗത്തേക്ക് കടന്നു പോകണമെന്ന് ഇരുവരുടെയും കുടുംബത്തിനോട് പറയുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഏക മക്കളാണ്, നിങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് മിഷണറിമാരെ ഞങ്ങൾ അയക്കാമെന്ന് അവരെന്ത് ചെയ്തു പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു, ഇല്ല, ദൈവം ഞങ്ങളോടാണ് സംസാരിച്ചത്, ഞങ്ങളോട് ദൈവം നിർബന്ധിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ മാതാപിതാക്കളുടെ നിർബന്ധത്തിനും ഒത്തിരി നിർബന്ധിച്ചിട്ടും അവർ വഴങ്ങാതെ അവർക്കുള്ളതൊക്കെ വിറ്റിട്ട് അവരെന്ത് ചെയ്തെന്നറിയാമോ, ഈ നരഭോജികളായിട്ട് താമസിക്കുന്ന ഇടത്തേക്ക് അവർ യാത്രയാകുവാനിടയായിത്തീർന്നു. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ദൈവം വിളിക്കുന്നത് ഒരുപക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, ഇല്ലെങ്കിൽ താൻ യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കാം, ഇല്ലെങ്കിൽ വചനം അവൻ്റെ അകത്ത് കൊടുത്തിട്ട് അവന് ഇടപെടുന്നതായിരിക്കാം. പലതരത്തിൽ ഒരു വ്യക്തിയോട് ദൈവം ഇടപെടാം. എന്നോട് ദൈവം ഇടപെട്ടത്, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം എന്നോടത്ത് വ്യക്തമായിട്ട് എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹം എൻ്റെ അകത്ത് വന്നത് ആണ് ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എനിക്കും ഇറങ്ങുവാൻ ദൈവം അവസരം ഒരുക്കിയത്.
ദൈവം ഒരുവനെ വിളിക്കുക എന്ന് പറയുമ്പോൾ പുറമേ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് പോലെ കുടുംബത്തിൻ്റെ മഹത്വമോ ഇല്ലെങ്കിൽ ഇനി ക്രിസ്തീയ കുടുംബത്തിനകത്തുള്ള ഒരു വ്യക്തിയായിട്ട് ജനിച്ചത് കൊണ്ട് അവനെ വിളിക്കണം എന്നില്ല. ദൈവവിളി അനുഭവിക്കാൻ കഴിയുന്നത് ദൈവം ഒരുവനെ കുറിച്ച് പദ്ധതി ഒരുക്കുക. നമ്മൾ വേദപുസ്തകം തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അവിടെ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, അവിടെ നമുക്ക് ഈ ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിലേക്ക് യേശു കർത്താവ് വരുന്ന സമയത്ത് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ എല്ലാം നഷ്ടപ്പെട്ട് ശൂന്യമായൊരവസ്ഥയിൽ നിൽക്കുന്ന ഷീമോൻ്റെ പടകിനെ യേശു കർത്താവ് ലക്ഷ്യമിട്ട് അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഷീമോൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം പരാജയപ്പെട്ടിട്ട് ശൂന്യമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ആരും ആ കടൽ തീരത്തിലോട്ട് ഒരുവിധപ്പെട്ട ആരും കടന്നു പോകാറില്ല. കടൽ തീരം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ മീൻപിടുത്തക്കാരെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ആരും തന്നെ അങ്ങോട്ട് പോകത്തില്ല. പക്ഷേ യേശു കർത്താവ് അങ്ങോട്ടാണ് പോയത്. അവിടെ ചെല്ലുന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട് തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ യേശു കർത്താവ് കാണുവാനിടയായി തീർന്നു. തകർന്നും പരാജയപ്പെട്ടും ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന ഷീമോനെ യേശു കർത്താവ് കണ്ടു. കാരണം അവനോട് പറയുന്നുണ്ട്, നിൻ്റെ പടക് എനിക്ക് വേണം. ഷീമോന് കർത്താവിന് വേണ്ടി ആ പടക് വിട്ടു കൊടുക്കുന്നുണ്ട്. യേശു കർത്താവ് പടകിനകത്ത് കയറുമ്പോൾ തന്നെ അവൻ്റെ അവസ്ഥ അറിയുന്നുണ്ട്. അവസ്ഥ അറിഞ്ഞ് കർത്താവ് ഉപദേശിച്ച് തീർന്നതിന് ശേഷം പറയുന്നുണ്ട്, നീ പടക് അല്പം നീക്കിയിട്ട് ആഴത്തിലേക്ക് നീക്കി വല വീശണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, ആ പെരുത്ത മീൻകൂട്ടം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം കർത്താവ് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇല്ലെങ്കിൽ കർത്താവിൻ്റെ വിളി വരുന്നത് ഒരിക്കലും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റത്തില്ല ആരെയാണ് ഇതിനു വേണ്ടി വിളിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കാം, ആരും തന്നെ അംഗീകരിക്കാത്തൊരു വ്യക്തിയായിരിക്കാം, എല്ലാവരാലും തള്ളപ്പെട്ട അവസ്ഥയിലായിരിക്കാം, ഇനി എല്ലാം തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഏതവസ്ഥയിലാണോ എന്നുള്ളത് ദൈവത്തിനൊരു വിഷയമല്ല. ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസോ നമ്മുടെ വിദ്യാഭ്യാസം ഇതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. കർത്താവ് ഒരുവനെക്കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ ഏതവസ്ഥയിലായിരുന്നാലും കർത്താവ് അവൻ്റെ അടുക്കിലേക്ക് പോയി ഈ വേലയ്ക്ക് വേണ്ടി ഇല്ലെങ്കിൽ കർത്താവ് അവനെ വിളിച്ച് പുറത്തു കൊണ്ടുവരാറുണ്ട്. ഈ ഷീമോനെ കർത്താവ് കൊണ്ടുവന്നതുപോലെ അങ്ങനെ കൊണ്ടുവരാറുണ്ട്. ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് വളരെയധികം ഒത്തിരി ആഗ്രഹം മനസ്സിനകത്തുണ്ട്. എൻ്റെ ജീവിതത്തിൽ മരിക്കുന്നത് വരെയും മരിച്ചു വീഴുന്ന സമയം വരെയും കർത്താവിനെ പ്രസംഗിക്കണമെന്നൊരു ആഗ്രഹം എനിക്ക് അകത്തുണ്ട്. കാരണം ഒരു വാക്കുപോലും നേരെ പറയാൻ പറ്റാതിരുന്ന എന്നെ എൻ്റെ കർത്താവ് ഈ വേലയ്ക്ക് വേണ്ടി പണിത്തുയർത്തത് കൊണ്ട് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് കർത്താവിന് വേണ്ടി ഓടണം. പ്രത്യേകിച്ച് പലപ്പോഴും മനസ്സിനകത്ത് നോർത്ത് ഇന്ത്യയുടെ ഭാഗത്തൊക്കെ കടന്നു പോയിട്ട് സുവിശേഷ വേല ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ലഭിക്കുന്ന സമയത്തൊക്കെ ഞാൻ കടന്നു പോകാറുണ്ട്. എൻ്റെ വൈഫിൻ്റെ ഒരു കൊച്ചിച്ചൻ നോർത്ത് ഇന്ത്യയിൽ ബ്ലസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെയും മനസ്സിനകത്തൊരു ആഗ്രഹമുണ്ട് ലഭിക്കുന്ന സമയങ്ങളിലൊക്കെ യേശു ആരെന്നറിയാതെയോ ഇല്ലെങ്കിൽ കഷ്ടപ്പെട്ട് കിടക്കുന്ന ആരും സ്നേഹിക്കാനില്ലാതെയോ അങ്ങനെയൊക്കെ കിടക്കുന്ന ഒരു വലിയൊരു കൂട്ട സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ ഇടയിലൊക്കെ ഒന്ന് കടന്നു പോയിട്ട് അവരെ കർത്താവിന് വേണ്ടി നേടിയെടുക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഹൃദയത്തിനകത്തുണ്ട്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി നോർത്ത് ഇന്ത്യയുടെ മണ്ണിലോട്ടൊക്കെ കടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ട്. മരിച്ചു വീഴുന്നത് വരെ എന്താണോ കർത്താവ് എന്നെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് അതുവരെയും കർത്താവിന് വേണ്ടി ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം.